ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പിന് കൈമാറും. കാണാതായെന്ന് പറയപ്പെടുന്ന ഉപകരണം പരിശോധനയിൽ കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട്. അതേസമയം തുടർ വിവാദങ്ങൾ ഒഴിവാക്കാൻ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള റിപ്പോർട്ടാകും കൈമാറുക. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധി കഴിഞ്ഞ് ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഈ ഒരു അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകുമെന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. ഹാരിസ് ചിറക്കലിനെതിരെ ആരോപണങ്ങൾ ശക്തമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്നും പറയുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ ആളിക്കത്തുകയാണ്. ഇത് തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനയായി നിൽക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ ഹാരിസ് ചിറക്കലിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഹാരിസ് ചിറക്കലിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത് വലിയ തോതിലുള്ള പൊതുജന വികാരം എതിരാക്കുന്നതിന് കാരണമാകുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ തന്നെ വിലയിരുത്തൽ. ഇന്നലത്തെ വാർത്താ സമ്മേളനം സൂപ്രണ്ടും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സംയുക്തമായി നടത്തിയൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്തായിരുന്നുവെങ്കിലും അത് അവസാനിച്ചപ്പോൾ ആകെ അവ്യക്തതയും ദുരൂഹതയും മാത്രം അവശേഷിപ്പിച്ചാണ് തീരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കടുത്ത നടപടി ഹാരിസിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും അച്ചടക്കലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ നിലപാട് തുറന്നു പറയുന്നത് ചട്ടലംഘനമാണ്. പക്ഷേ ആ ചട്ടലംഘനം നല്ല ഉദ്ദേശത്തിൻ്റെ പേരിൽ, കാരണം അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവിടുത്തെ ചില പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ചട്ടലംഘനം ഉണ്ടായത്. അതിനാൽ തന്നെ അതിൻ്റെ ഉദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് കാര്യമായ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലത്തെ തീരുമാനം. അന്വേഷണ റിപ്പോർട്ട് പ്രാഥമികമായി തയ്യാറായിട്ടുണ്ട്. അത് അടിയന്തരമായി തന്നെ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും. അത് എത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹാരിസ് ചിറക്കൽ അവധിയിലായിരുന്നു. ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും എന്നുള്ളതാണ് DME അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹാരിസ് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് ദിവസം കൂടി അവധി നീട്ടി ചോദിക്കുമോ എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം KGM-CTയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് നേരിട്ട് പ്രതികരിച്ചിരുന്നില്ല. അല്പസമയങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത നടപടി വേണ്ട എന്നൊരു തീരുമാനമാണ് സർക്കാർ തലത്തിലുള്ളത്.